നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, വലിയ വലിയ നേതാക്കളൊക്കെ പത്രക്കാരെ കാണുന്ന കാഴ്ച പതിവായി നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായ ഒരു പത്രസമ്മേളനം കാണുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ പത്രക്കാരെ അഭിമുഖീകരിക്കുന്നത് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു തെരുവ് ഗുണ്ടയുടേതിന് സമാനമായ ഭാവഹാവാദികളോടുകൂടി പത്രക്കാരെ നേരിടുന്ന, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ റഹീസ് റഷീദ് എന്ന് പറയുന്ന എൻ്റെ മാധ്യമ ലോകത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ് റഹീസ് റഷീദ്. നേരത്തെ മീഡിയ വണ്ണിലുണ്ടായിരുന്നു, അതിനുശേഷം ദ ഫോർത്ത് എന്ന് പറയുന്ന ചാനലിലേക്ക് മാറി. ഇപ്പോഴദ്ദേഹം റിപ്പോർട്ടർ ചാനലിലാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യത്തോട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണമാണ് വളരെ രസകരമായി തോന്നിയത്. മാധ്യമ ലോകത്ത് ഒട്ടേറെ ചോദ്യങ്ങൾ റിപ്പോർട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും റഹീസിൻ്റെ ഈ ചോദ്യമാണ് 2025 ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. റഹീസ് വളരെ യുക്തിസഹമായി ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം തുടക്കത്തിലൊക്കെ വളരെ റിയലിസ്റ്റിക്കായി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം വളരെ വൈകിയാണ് വെള്ളാപ്പള്ളി നടേശന് ബോധ്യമായത്. അതോടുകൂടി വെള്ളാപ്പള്ളിയുടെ കൺട്രോൾ പോവുകയാണ്. ഒടുവിൽ നാവൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് ആ മൈക്കൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് റിപ്പോർട്ടറായിട്ടുള്ള റഹീസിന് നേരെ കയർക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു പത്രസമ്മേളനം വെള്ളാപ്പള്ളി നടേശൻ്റെ ഇതുവരെ കണ്ട പത്രസമ്മേളനങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒന്നായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് വെള്ളാപ്പള്ളിയെ ഇങ്ങനെ ചൊടിപ്പിക്കാൻ കാരണം? കഴിഞ്ഞ 9 വർഷത്തിലേറെയായി, 10 വർഷത്തോളമായി പിണറായി വിജയൻ 2 ടേമുകളിലായിട്ട് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് തങ്ങളുടെ വിഭാഗത്തിന് 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ 3 ജില്ലകളിൽ SNDPയുടേതായിട്ടുള്ള ഒട്ടേറെ സ്ഥാപനങ്ങളുടെ പേരും വിലാസവുമൊക്കെ വരുന്ന സാഹചര്യമുണ്ടായി. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണ്, വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെയാണ് പിണറായി വിജയന് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്തത സഹചാരിയാകുന്നത്, ഒപ്പം കാറിൽ കയറ്റാൻ പറ്റുന്നയാളാകുന്നത് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. SNDPയുടെ നേതാവ് എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ ദീർഘകാലം കുമാരനാശാൻ ഇരുന്നതിനേക്കാൾ കൂടുതൽ കാലം ഇരുന്ന, കുമാരനാശാനേക്കാൾ മികച്ചയാളാണ് എന്ന് മുഖ്യമന്ത്രി പോലും പ്രകീർത്തിച്ച ഒരു നേതാവാണ്. പക്ഷേ ആ മികവൊന്നും അംഗീകരിക്കാത്ത മറ്റൊരു മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് VS അച്യുതാനന്ദനാണ്. അദ്ദേഹം 2013-15 കാലയളവിൽ ഉയർത്തിയ ഒരു വിഷയത്തിൽ അദ്ദേഹം ഉയർത്തിയ ഒരു കേസ്, ആ കേസിൻ്റെ പുറത്ത് പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അതിൽ വെള്ളാപ്പള്ളി നടേശനെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്നത്. അത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് എന്ന ഓമന പേരിൽ അറിയപ്പെട്ട ഏതാണ്ട് 15 കോടിയിലധികം രൂപയുടെ ഒരു വലിയ കുംഭകോണമായിരുന്നു. SNDPയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം രൂപീകരിച്ചതായി പറയുന്ന വ്യാജ മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ ലിസ്റ്റ് കാണിച്ചുകൊണ്ട് പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് തുച്ഛമായ പലിശയ്ക്ക് പണം എടുക്കുകയും അത് വലിയ പലിശയ്ക്ക് ഈ മൈക്രോ ഫിനാൻസ് സംഘങ്ങളിലൂടെ വിതരണം ചെയ്യുകയും അതിലേതാണ്ട് 15 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടത്തി എന്ന് പറയുന്നൊരു കേസായിരുന്നു. പക്ഷേ വർഷം എത്ര കഴിഞ്ഞു? ഏതാണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 10 വർഷത്തോളമായി. എനിക്ക് തോന്നുന്നത് കൃത്യമായി ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പ്രതി ചേർത്തുകൊണ്ട് ആ FIR ഇടുന്നത്. അതിൻ്റെ ഫലം ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ CPMന് ലഭിക്കുകയും ചെയ്തു. എന്തായാലും 10 വർഷത്തോളമായി നിരന്തരം കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അടുത്ത കഴിഞ്ഞ മാസവും 2 മാസം മുമ്പ് പോലും കോടതിയുടെ അത്തരത്തിലുള്ള പരാമർശമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയായിട്ടുള്ള 15 കോടിയിലധികം രൂപ അഴിമതി ആരോപിക്കപ്പെട്ടുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ പുറത്ത് ഒരു അന്വേഷണവും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പം ഈ ബാന്ധവത്തിൻ്റെ പിന്നിലുള്ള ഒരു കാരണം അതാണ്. മറ്റൊന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട് CPM വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ ഞങ്ങളിതാ നവോത്ഥാനം ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതിൽ പണിയുകയും നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സമിതി രൂപീകരിച്ച് അതിൻ്റെ തലപ്പത്തും ഈ വെള്ളാപ്പള്ളിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒപ്പം ചേർത്തുകൊണ്ടാണ് പിണറായി വിജയൻ പോയത്. അപ്പം കേവലം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ, അയ്യപ്പ സംഗമത്തിന് പോകുമ്പോൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ പ്രായമായ വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ സീറ്റ് ഒഴിവുള്ളത് കൊണ്ട് കയറ്റി പോയതൊന്നുമല്ല. ഈ ബാന്ധവം വർഷങ്ങളായി തുടരുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധവുമായി മുന്നോട്ട് പോകുന്ന വെള്ളാപ്പള്ളി നടേശനോട് വളരെ യുക്തിസഹമായ ഒരു ചോദ്യമാണ് റഹീസ് ചോദിച്ചത്. ഈ 9.5 കൊല്ലം 10 കൊല്ലമായിട്ടും താങ്കൾക്ക് താങ്കളുടെ സംഘടനയ്ക്ക്
അല്ലെങ്കിൽ താങ്കളുടെ സമുദായത്തിന് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യം അതുവരെ പറഞ്ഞ ഉത്തരത്തിൻ്റെ തുടർച്ചയായി പറയുകയാണെങ്കിൽ പിണറായി വിജയനാണ് എന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറിക്ക് പറയേണ്ടി വരുമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് പറയുന്നതിന് പകരം റഹീസ് റഷീദിനെതിരായി ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു തെരുവ് ഗുണ്ടയുടേതിന് സമാനമായിട്ടുള്ള ചലനങ്ങളോടുകൂടി ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. മാധ്യമപ്രവർത്തന രംഗത്ത് പല ആക്ഷേപങ്ങളും റിപ്പോർട്ടർ TV സമീപകാലത്ത് നേരിടുന്നുണ്ടെങ്കിലും അതിൻ്റെ റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ റഹീസ് റഷീദിന് ഈ കഴിഞ്ഞ വർഷത്തെ ബിഗ് സല്യൂട്ട്.